ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആശ്രമത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മളെല്ലാവരും എഡിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന CapCut എന്ന ആപ്പ് എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് അതെങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമാക്കി തരാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളെല്ലാവരും ഈ ഒരു ആപ്പ് നോക്കാൻ സമയത്ത് ഡൗൺലോഡ് ചെയ്യാൻ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നമ്മൾ പ്ലേ സ്റ്റോറിൽ കയറാൻ സമയത്ത് നമ്മളെല്ലാവരും കാണുന്നതും ആർക്കും തന്നെ ചോദിക്കുമ്പോൾ അവരും കാണുന്നതും ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ് ഈ ഒരു സൈഡിൽ സ്ക്രീനിൽ കാണിക്കുന്നത്. അപ്പോൾ അതെന്തായിരിക്കും അങ്ങനെ വരാൻ കാരണം, അതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാമെന്നുള്ളൊരു കാര്യങ്ങളെല്ലാം ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ CapCut ഡൗൺലോഡ് ചെയ്യുന്നെങ്കിൽ നേരെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കത്തില്ല. പകരം നമ്മൾ VPN, ഏതെങ്കിലും ഒരു VPN നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെ ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നത് ടർബോ VPN ആണ്. അപ്പോൾ നേരെ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ടർബോ VPN നമ്മൾ പ്ലേ സ്റ്റോർ എടുത്തിട്ട് ടർബോ VPN നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം തന്നെ പ്ലേ സ്റ്റോറിൽ കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ സെർച്ച് ചെയ്യാം ടർബോ VPN. ഓക്കെ, ടർബോ VPN ഞാൻ ഇവിടെ സെർച്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു സെക്കൻഡ് കിടക്കുന്നതാണ് ടർബോ VPN. നമ്മൾ അതിൽ കയറിയതിനു ശേഷം ഇൻസ്റ്റാൾ കൊടുക്കുക. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ടർബോ VPN ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ CapCut എന്ന് സെർച്ച് ചെയ്യുമ്പോൾ CapCut ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ എനേബിൾ ആവും. അതിനുശേഷം ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം പിന്നെ നിങ്ങൾ എഡിറ്റ് ചെയ്യാൻ സമയത്ത് ഒരിക്കലും നിങ്ങൾ കരുതരുത് ഇത് ഇനി ഡിസ്കണക്റ്റോ അല്ലെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ, എന്തായാലും കയറ്റി കഴിഞ്ഞല്ലോ, അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ CapCutൽ കയറി അതിൽ എഡിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഈ ഒരു VPN കണക്ട് ചെയ്താൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊരിക്കലും കളയാൻ പാടില്ല. CapCut യൂസ് ചെയ്യുന്ന സമയത്തൊന്നും ഒരിക്കലും കളയാൻ പാടില്ലാത്തൊരു സംഭവമാണ്. VPN ഇവിടെ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണേ. ഓക്കെ, VPN അവിടെ ഓപ്പൺ കൊടുക്കുകയാണ്. ഓക്കെ, അങ്ങനെ VPN ഒക്കെ ഡൗൺലോഡ് ആയി കഴിഞ്ഞു. നമ്മൾ VPN ഓപ്പൺ കൊടുത്ത് അകത്ത് കയറിയിട്ടുണ്ട്. ഇനി നമ്മൾ അതിൽ അഗ്രി ആൻഡ് കണ്ടിന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം വായിച്ച് നോക്കിയതിന് ശേഷം നമ്മളിതിനെ അഗ്രി ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു സംഭവം വരും, അത് പോട്ടെ. ഓക്കെ, ഇനി ഇപ്പോൾ സ്റ്റാർട്ട് ഫ്രീ ട്രയൽ. അപ്പോൾ ഇത് കുറച്ച് ഇതാണ്, നമ്മൾ കുറച്ച് ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ഫേവറേറ്റ് സൈറ്റ്സ് ആൻഡ് ആപ്സ് അതിലൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിത് വേണ്ട, ഇപ്പം നമ്മളതിനെ ക്ലോസ് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ക്യാരറ്റിൻ്റെ പടം കാണിച്ചിരിക്കുന്ന ഈ ഒരു സ്ഥലത്ത് ടാപ്പ് ആൻഡ് കണക്റ്റ് കൊടുക്കുക. അപ്പോൾ അവിടെ കൊടുത്തു കഴിയുമ്പോൾ കണക്ഷൻ റിക്വസ്റ്റ് ഇത് ഓക്കെ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ പോകും, ഇരു മുയിൽ ചടി പോയി ഇത് ഫുൾ ഫില്ലാകുമ്പോൾ കണക്റ്റ് ആവും. ഇതേപോലെ കണക്റ്റ് ആവും. ഇത് ക്ലോസ് കൊടുക്കുക. കണക്റ്റഡ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ ബാക്ക് ഇറങ്ങാം. ഇനി നമ്മൾ നേരെ പ്ലേ സ്റ്റോറിൽ കയറുക കേട്ടോ. ഓക്കെ, നേരെ പ്ലേ സ്റ്റോറിൽ കയറിയതിന് ശേഷം ഇവിടെ ഇനി CapCut എന്ന് സെർച്ച് ചെയ്യാം. CapCut എന്ന് സെർച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാ നമ്മളെ CapCut ഇവിടെ എനേബിൾ ആയിട്ടുണ്ട്. ഇൻസ്റ്റാൾ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ ക്ലിക്ക് ചെയ്ത് കയറാം. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ആവുകയാണേ. ഓക്കെ, ഈ ഒരു CapCut ഡൗൺലോഡ് ആവുന്ന സമയം കൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ ഇടയ്ക്ക് CapCut ട്രെൻഡായ കുറച്ച് ടെംപ്ലേറ്റ്സ് ഉണ്ടായിരുന്നു. അതാണ്ട് ഈ സ്ക്രീനിൽ കാണിക്കുന്നതാണ് ഈ ഒരു ടെംപ്ലേറ്റ്. പിന്നെ ഒരു ഡയമണ്ട് ബ്ലർ എന്ന് പറയുന്ന ഈ ഒരു ടെംപ്ലേറ്റ് ഒക്കെ ഭയങ്കരമായിട്ട് ട്രെൻഡായിരുന്നു. അപ്പോൾ ഇതൊക്കെ കയറ്റാനായിട്ട് നിങ്ങൾ നോക്കുമ്പോഴായിരിക്കും ഈ ഒരു അലോ ആവാത്ത ആ ഒരു ഓപ്ഷൻ കിടക്കുന്നത്. അപ്പോൾ ഇനി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ടെംപ്ലേറ്റ് ഒക്കെ നോക്കാം. അപ്പോൾ ഞാൻ എന്തായാലും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ ആ ടെംപ്ലേറ്റിനെ കുറിച്ചൊക്കെ ഞാൻ എന്തായാലും പറഞ്ഞു തരുന്നതായിരിക്കും. ഇന്ന് ഈ ഒരു ആപ്പ് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം എങ്ങനെ അതിനകത്ത് കയറാം, അതിലെങ്ങനെ ട്രാൻസിഷൻസിൽ കയറാം, അങ്ങനത്തെ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞു തരുന്നുള്ളൂ. ഓക്കെ, നമ്മൾ വീട്ടിൽ കണക്ട് ചെയ്തിരിക്കുന്ന വൈഫൈയോ അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഡേറ്റയോ യൂസ് ചെയ്ത് നമുക്ക് ഒരിക്കലും ഈ ഒരു CapCut എന്ന് പറയുന്ന ആപ്പ് യൂസ് ചെയ്യാൻ സാധിക്കത്തില്ല. പകരം VPN യൂസ് ചെയ്ത് മാത്രമേ നമുക്കിത് ഇതിൽ എഡിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. വേറെ നമ്മളെ വൈഫൈയോ മൊബൈൽ ഡേറ്റയോ ഒന്നും യൂസ് ചെയ്ത് നമുക്കിത് എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ആവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വൈഫൈ ഒന്നും ഇതിൽ യൂസ് ചെയ്യാൻ പറ്റത്തുകൊണ്ട് ഈ VPN തരുന്ന ആ ഒരു നെറ്റ്വർക്ക് മാത്രമേ ഇതിൽ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇത് പതുക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഓക്കെ, നിങ്ങളുടെ ലൊക്കേഷനിൽ ഇപ്പോൾ നമ്മുടെ ടർബോ VPN വർക്ക് ആവുന്നില്ലെങ്കിൽ നമുക്ക് ഒത്തിരി VPNs ഇവിടെ അവൈലബിൾ ആണ്. VPN സൂപ്പർ അൺലിമിറ്റഡ്, പ്രോക്സി, എക്സ്പ്രസ് VPN, അതേപോലെ സെക്യൂർ VPN, അങ്ങനെ ഒത്തിരി VPNs ഇവിടെ അവൈലബിൾ ആണ്. അതിൽ ഏത് വേണം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. CapCut ഈ സ്ക്രീനിൽ കാണുമ്പോൾ ഓപ്പൺ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓപ്പൺ കൊടുക്കുക.
ഓക്കെ, ആദ്യം തന്നെ നമ്മൾ ക്യാപ് കട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത സമയത്ത് ക്യാപ് കട്ടിൻ്റെ ഒരു ലോഗോ കാണിച്ചാണ് ഈ ആപ്പ് ഓപ്പൺ ആവുന്നത്. ഓക്കെ, ആപ്പ് ഓപ്പൺ ആകുമ്പോൾ ടേംസ് ആൻഡ് സർവീസസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ വരും. അത് നമ്മൾ അലോ കൊടുക്കുക. അതിനുശേഷം നമ്മൾ മുകളിൽ കാണുന്ന ആ ഒരു ന്യൂ പ്രോജക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇത് ലോഡാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മളിത് അലോ കൊടുക്കുക. ഇത് നമ്മുടെ ഫോട്ടോസ് ആൻഡ് മീഡിയ ഫയൽസ് അലോ ചെയ്തോട്ടെ എന്നാണ് അവർ ചോദിക്കുന്നത്. നമ്മളത് അലോ കൊടുക്കുക. അപ്പോഴത്തേക്കും ഈ ഒരു ഇത് ലോഡായതിനു ശേഷം നമ്മൾ നേരെ നമ്മുടെ ഗാലറിയിൽ വരുന്ന ഫോട്ടോസും കാര്യങ്ങളെല്ലാം ഇതിൽ വരും. ഫോട്ടോസൊക്കെ പതുക്കെ ലോഡാകുന്നുണ്ട്. നമ്മളൊരു ഇമേജോ അല്ലെങ്കിൽ ഒരു വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം ആഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു പേജിലായിരിക്കും നമ്മൾ കയറി എത്തുക. അതിന് നമുക്ക് കുറച്ച് എഫക്ട്സ് ഇടാം. ഓക്കെ, എഫക്ട്സ് വരുന്നുണ്ട്. അപ്പോൾ എഫക്ട്സ് പതുക്കെ ലോഡാകുന്നുണ്ട്. ഞാൻ ട്രെൻഡിങ് എന്ന് പറയുന്ന എഫക്ട്സിലാണ് കയറി നിൽക്കുന്നത്. പക്ഷേ ട്രെൻഡി ആയിട്ടുള്ള എഫക്ട്സ് മാത്രം വരുന്ന ഒരു സംഭവത്തിൽ. അപ്പോൾ അതിൽ കയറുമ്പോൾ ട്രെൻഡി ആയിട്ടുള്ള എല്ലാ എഫക്ട്സും ഇവിടെ കാണാൻ പറ്റും. മീൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ ഡയമണ്ട് സൂം, അതേപോലെ തന്നെ ട്രെൻഡി ആയിട്ടുള്ള എല്ലാം. അതായത് ഇതാണ് ഡയമണ്ട് സൂം. ഈ ട്രെൻഡി ആയിട്ടുള്ള എല്ലാ ടൈപ്പ് ഓഫ് എഫക്ട്സും ഇതിൽ വരുന്നതായിരിക്കും. ഇതിൽ നമുക്ക് ഓരോ സ്പീഡ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. അതെല്ലാം ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ വ്യക്തമായിട്ട് മറ്റൊരു വീഡിയോയിലൂടെ ഇടുന്നതായിരിക്കും. ഈ വീഡിയോയിൽ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ ഞാൻ എന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. എല്ലാവരും സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. അപ്പോൾ എല്ലാവർക്കും ലവ് യു ആൻഡ് ബൈ.